ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതും അത് പിന്നീട് ചില ട്യൂഷൻ സെൻ്ററുകളുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വന്നതും വലിയ വിവാദമായിരുന്നു. MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ ആ ചോദ്യങ്ങൾ അവരിടുകയും അത് വിശകലനം ചെയ്യാനൊക്കെ ശ്രമിക്കുകയും ചെയ്തത് വലിയ വിവാദമായിരുന്നു. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാവുന്നു. അൺഎയ്ഡഡ് സ്കൂളിലെ ഒരു പിയൂണാണ് എന്നാണ് കണ്ടെത്തൽ. മലപ്പുറം സ്വദേശി അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. MS സൊല്യൂഷൻസ് അധ്യാപകനാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. VS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ കാര്യങ്ങളുമായി. VS രഞ്ജിത്ത്, ഇപ്പോൾ MS സൊല്യൂഷൻസിന്റെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു, പോലീസിന് ഒരു തുമ്പ് കിട്ടിയിരിക്കുന്നു. MS സൊല്യൂഷൻസ് അങ്ങനെ നിഷ്കളങ്കത അഭിനയിച്ചത് വെറുതെയാണ്, അവർക്ക് യഥാർത്ഥത്തിൽ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്, അല്ലേ? ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയായിരുന്നു. ഈ അധ്യാപകനായിട്ടുള്ള ഫഹദിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഫഹദ് നേരത്തെ ജോലി ചെയ്ത മലപ്പുറത്തെ ഒരു മൊഹീദ്ദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പിയൂണുമായിട്ടുള്ള ബന്ധം അറിയുകയും ആ പിയൂണാണ് വാട്സപ്പിൽ ചോദ്യപേപ്പർ അയച്ചു കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫഹദിനെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. MS സൊല്യൂഷനിലെ അധ്യാപകനാണ് ഫഹദ് വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത്. ഫഹദിന് ഈ ചോദ്യപേപ്പർ അയച്ചു കൊടുത്തിട്ടുള്ളത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള സ്കൂൾ അസിസ്റ്റന്റ് ആയിട്ടുള്ള അബ്ദുൽ നാസർ വഴിയാണ്. വാട്സപ്പ് വഴി ചോദ്യപേപ്പർ കിട്ടുകയായിരുന്നു. ആ വാട്സപ്പ് വഴി കിട്ടിയത് ഈ അബ്ദുൽ നാസർ ഒരു മൊഹീദ്ദീൻ എന്ന് പറയുന്ന സ്കൂളിലെ അധ്യാപകനാണ്. ആ സ്കൂളിൽ നിന്ന് അത് കിട്ടിയതാണ്. ഈ നേരത്തെ ഫഹദും അതേ സ്കൂളിൽ കുറച്ചു കാലം ഗസ്റ്റ് പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ സ്കൂളുമായിട്ടുള്ള ഈ അബ്ദുൽ നാസറുമായിട്ടുള്ള ഫഹദിൻ്റെ ബന്ധം. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് ഈ പിയൂൺ വഴി ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തി നിൽക്കുന്ന നിഗമനം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊരു സൊല്യൂഷനായി. MS സൊല്യൂഷൻസിൻ്റെ കാര്യത്തിലൊരു പ്രോബ്ലമായി.